KL78 ആമസോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് വരട്ടിയെടുത്താലോ? അതിനായി ചിക്കനൊക്കെ നല്ല ക്ലീനായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് മസാല ഒന്ന് ചൂടാക്കിയെടുക്കാം. അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പച്ചമണമൊക്കെ മാറി കളറൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണ്ട, ഒരു ഇളം ചൂടോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇളം ചൂടോടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 സവോളയും 1 തക്കാളിയും 3-4 പച്ചമുളകും 1 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് സവോള അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഏകദേശം ഒന്ന് വഴറ്റിയെടുക്കട്ടെ. പകുതിയോളം ഒന്ന് വഴറ്റി കിട്ടണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണും കൂടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറെ മസാലയും കാര്യങ്ങളൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. നമ്മൾ ചിക്കൻ നേരത്തെ സെറ്റ് ചെയ്യുമ്പം അതിനകത്തേക്ക് എല്ലാ മസാലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലേ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 5 മിനിറ്റോളം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊക്കെ 1 മണിക്കൂർ വെച്ചുകൊണ്ട് തന്നെ എല്ലാ മസാലയും കൃത്യമായിട്ട് പിടിച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഏകദേശം ഒരു 7-8 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടി. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഒരു കൂട്ടും കൂടി തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇതിപ്പം ആവശ്യത്തിന് വെള്ളമൊക്കെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കൂടുതൽ വെള്ളം വേണ്ടവർക്ക്, ചാറ് വേണ്ടവർക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുത്തു. അത് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 2 കഷ്ണം കറുവാപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുത്തു. നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ട് ചിക്കൻ കറി വെക്കൂലേ, അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ നന്നായി മൂത്ത് വരണം. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തു. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് എരിവിന് വേണ്ടിയിട്ടാണ് കുരുമുളക് ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് നോക്കുമ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അധികം ചാറൊന്നും ഇല്ലാണ്ട് വറ്റിച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പം ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും
ടാറ്റാ.